സൗഹൃദം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഞാൻ തുടക്കം മുതല് ഡേ 1 തൊട്ട് അവസാനം വരെയും അൻസിബ അത് വല്ലാത്തൊരു ബോണ്ടാണത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നിങ്ങൾക്ക് കണ്ടാണ് ഞാൻ ആ ഒരു 11th വീക്ക് വരെ ഞാൻ എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായി ഹാപ്പി ആയിട്ട് 11th വീക്കിൽ അൻസിബ അവിടെ നിന്ന് പോയപ്പോ ഞാൻ ഭയങ്കര ഒരു എന്റെ മാനസികാവസ്ഥ ചെറുതായിട്ട് മാറി. കാരണം അവിടെ എനിക്ക് ആ കൂടി ഭയങ്കരമായിട്ട് വിശ്വാസവും എനിക്ക് എന്തും സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ആൾ അൻസിബയായിരുന്നു. അതല്ലാത്തൊരു ബോണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു പക്ഷെ പുറത്തുനിന്നാണെങ്കിൽ അൻസിബ ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം രണ്ട് ഡിഫറെന്റ് പേജസിലാണ്, രണ്ട് പേജാണ്. പക്ഷെ ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സും ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് അത്ര ഞങ്ങൾക്ക് ബോണ്ട് ക്രിയേറ്റ് ആയത്. നാച്ചുറലി നമ്മൾ അവിടെ പോയിട്ട് ഞാൻ എന്റെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് അറിയാതെ സംഭവിച്ചതാ. അങ്ങനെ ഒരാളെ അൻസിബ മാത്രമേ ഉള്ളൂ. പിന്നെ അഭിഷേക് ആ കൂട്ടത്തിനിടയിൽ വന്ന് അതേപോലെ തന്നെ ഒരു ജെന്യുവൻ പേഴ്സണാ. അവനും ഭയങ്കര പാവ. അൻസിബ പോയതിനു ശേഷം അവനായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്തത്. അൻസിബ പറഞ്ഞിട്ട് അവൻ പോയത് നോക്കിയോളെന്ന്. അവൻ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തത്. ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു അതിനകത്ത്. ഒരു വലിയ ഒരു അവഗണനയെന്നാണ് ഇതുപോലൊരു വലിയ ഷോയിലേക്ക് വന്നത്. അപ്പം ഈ 100 ദിവസം നിൽക്കുക എന്നുള്ളത് പിന്നെ വിജയിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഇവിടെ കയറി വന്നത്. അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നേനെ. ഒരു 100 ദിവസം പൂർത്തീകരിക്കുകയാണ്. എന്താണ് ആ ഒരു സംഭവത്തെ പറ്റി പറയാം? ഇപ്പൊ ഈ കളിയാക്കല് നേരിടേണ്ടി വന്നേനെ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാ. നമ്മള് ഫ്രണ്ടിലോട്ട് പോകുന്നു. ഞാൻ അധികം തിങ്ക് ചെയ്യാൻ നിന്നില്ല. ഞാൻ ഗോ വിത്ത് ദ ഫ്ലോ ആയിരുന്നു. ഞാൻ ഒന്നിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വലിച്ചിടും അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതിന്റെ നേച്ചർ ഉള്ളതാ. അപ്പൊ ഞാൻ പുറത്താണെങ്കിൽ അകത്താണെങ്കിൽ എന്റെ സ്വഭാവം അങ്ങനെ തന്നെ. എനിക്ക് ഇതിൽ കൂടുതൽ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇപ്പൊ എല്ലാരും ഗെയിം കളിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓഹോ നമ്മളിങ്ങനെ നിന്നാ പോരാ. അപ്പൊ മറ്റുള്ള പോലെ ഗെയിം കളിക്കണം. ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ എനിക്ക് നാച്ചുറലി അതില്ല. നമുക്കില്ലാത്ത സാധനം അവിടെ ഫേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം. എനിക്കത് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ക്യാരക്ടർ പുറത്ത് എന്ത് റെപ്രസെന്റ് ചെയ്യണോ അത് തന്നെ അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയത്.